കാത്തുക്കുട്ടനുമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്തെ അയ്യോ രാവിലെ ഇട്ട ഉഴുന്ന് വെള്ളത്തിൽ കിടക്കുവാണല്ലോ എന്ന്. കാത്തുക്കുട്ടനാണെങ്കിൽ ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അതായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്ന് അരച്ചെടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും സവോളയും പച്ചമുളകും കുരുമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചവിടെ. എന്നാൽ പിന്നെ ഉഴുന്നുവടയ്ക്ക് ഒരു ചമ്മന്തിയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങ അരച്ച് അതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ച് വെച്ചു കേട്ടോ. വളരെ എളുപ്പമുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മാവെല്ലാം സെറ്റായി വന്നു. എണ്ണ ചൂടായ ശേഷം ഞാൻ അതിനകത്തോട്ട് ഉഴുന്നുവട കോരി ഒഴിക്കാൻ നോക്കിയിട്ടേ എന്ത് ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നില്ല. അത് ഉഴുന്നുവടയ്ക്കാണെങ്കിൽ തുളയും വരുന്നില്ല. അവസാനം ഞാൻ എൻ്റെ കയ്യിലിരുന്ന സ്പൂണിട്ട് എല്ലാത്തിനും നല്ല രീതിയിൽ അങ്ങ് തുളയിട്ട് കൊടുത്തു. അവസാനം വെന്ത് വന്നപ്പോഴത്തേക്കും ഇതിപ്പോൾ ഉഴുന്നുവടയാണോ അതോ ബോണ്ടയാണോ എന്ന് എനിക്ക് തന്നെ സംശയമായിപ്പോയി. സവോള ഇട്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ സവോള വടയെന്ന് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് അതിനകത്തോട്ട് ഇപ്പോൾ കിട്ടിയത്. ഇതിപ്പോൾ ഉഴുന്നുവടയാണോ സവോള വടയാണോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നി. കാത്തുക്കുട്ടനാണെങ്കിലോ ചമ്മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്കാണെങ്കിൽ ഉഴുന്നോടെ വായ വെച്ച് കൊടുത്തിട്ട് അത് വേണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചമ്മന്തി മുക്കി കൊടുത്തപ്പോഴത്തേക്കും ആശാട്ടി കഴിച്ചു. എന്തായാലും വേണ്ടില്ല, ഉഴുന്നുവടേനെ ഞങ്ങൾ മസാല വടയോ സവാള വടയോ ഒക്കെ ആക്കാനായിട്ടുള്ള ചെറിയ തീരുമാനങ്ങളൊക്കെ അണിയറയിൽ നടന്നായിരുന്നു കേട്ടോ. പിന്നെ കാപ്പിക്ക് ഒരു കടിക്ക് വായല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു സന്തോഷം. കാത്തുക്കുട്ടനാണെങ്കിൽ ചമ്മന്തിയിൽ നിന്ന് പിടുത്തം ഇടുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം കാത്തുക്കുട്ടൻ്റെ വകയെ ഉഴുന്നുവടയ്ക്ക് തുളയിടുന്നുണ്ടായിരുന്നു കേട്ടോ. കയ്യിലിരുന്ന സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഉഴുന്നുവടയ്ക്കും ഓരോ തുള അവൾ കൊടുത്തു. ഞങ്ങളുടെ സവാള ഉഴുന്നുവട ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.